പ്രിയപ്പെട്ടവരെ നമസ്കാരം. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമിൻ്റെ 7ാമത്തെ ദിവസത്തിലേക്ക്, സത്യത്തിൽ ഒരാഴ്ച ബേസിക് പ്രോഗ്രാം എന്നാണ് നമ്മൾ പറഞ്ഞത്. 20% പോലും ഇനിയും കവർ ആയിട്ടില്ല. ഞാൻ വളരെ സ്ലോ ആണ് തുടക്കത്തിൽ. ഇനി നമുക്ക് കുറച്ച് പതുക്കെ പോകണം. പക്ഷെ സ്ലോ ആകാനുള്ള കാരണങ്ങളിൽ ഒന്ന്, കുറച്ച് നന്നായി ഫെമിലിയർ ആകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്നടക്കം ഒരു വീഡിയോയില്, ഒരു കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോയിലെ കമന്റ് ഇന്നും പറഞ്ഞിട്ടുണ്ട്, സാർ കുറെ ഉണ്ട്, 7-8 ആറുണ്ട്, നീട്ടി ഇങ്ങനെ നീട്ടി കൊടുത്തിട്ട് നീട്ടി വലിക്കല്ലേ എന്നുള്ള ഒരു റിക്വസ്റ്റ് ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയുന്നില്ല, മൾട്ടി ടാലന്റഡ് സ്റ്റുഡന്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഹെറ്ററോജൂനിയസ് ഗ്രൂപ്പാണ്. അവരുടെ മാത്രം ഒരു ലെവലിലേക്ക് നിൽക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ആവറേജ് സ്റ്റുഡന്റ് എന്നുള്ള നിലക്കാണ് ഞാൻ ഇങ്ങനെ ഒരു പതുക്കെ പോകുന്നത്. പക്ഷെ പതുക്കെ പോയി പിന്നീട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ കൂടിക്കൊണ്ടിരിക്കും. എനിഹൗ, നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്. പൈ ഡയഗ്രാം എഴുതിയെടുത്തോളൂ. PIE, പൈ ഡയഗ്രാം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഡിഗ്രിക്ക്, PGക്ക് എല്ലാം ചോദിക്കുന്നതും നമ്മൾ പലപ്പോഴും റെപ്രസെന്റ് ചെയ്യേണ്ടതും ഇതാണ്. മാത്രമല്ല എല്ലാ റിസർച്ച് പേപ്പറിലെ ഡിസർട്ടേഷനിലടക്കം ഇത് ഉപയോഗിക്കുന്നതാണ്. ഡിസർട്ടേഷൻ, നമ്മളുടെ പ്രബന്ധം, ഡിസർട്ടേഷൻ MECക്ക്, MCOMന്, MAPCക്കൊക്കെ അവസാനം ഒരു പേപ്പർ ഡിസർട്ടേഷൻ ഉണ്ട്, പ്രബന്ധം വെക്കേണ്ടതുണ്ട്, ഗവേഷണ പ്രബന്ധം. ഓക്കെ, റിസർച്ചിന്റെ ഡിസർട്ടേഷൻ. ആ ഡിസർട്ടേഷനെ നമ്മൾ പലതും മെൻഷൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫിഗർ കൊണ്ടാണ്, ഇത്തരത്തിലുള്ള പൈ ഡയഗ്രാം കൊണ്ടാണ്, ഇത്തരത്തിലുള്ള ചാർട്ടുകൾ കൊണ്ടാണ്. അവിടെ ഈ പറയുന്ന എല്ലാ ചാർട്ടുകളും നമുക്ക് ആവശ്യമായിട്ടുണ്ട്, എല്ലാ ഡയഗ്രാംസും ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ ഇത്തിരി സിമ്പിൾ ആണെന്ന് കരുതിയാൽ അവിടെ വെച്ച് വേറെ ആരുടെയെങ്കിലും കോപ്പി അടിക്കേണ്ടി വരും. 90% റിസർച്ച് കോപ്പി അടിക്കലാണ്. പക്ക ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ പറയുന്നു, അറിയാത്ത തന്നെ എത്രയോ ആളുകളുണ്ട്. BEd പഠിക്കുമ്പോൾ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ടെക്നിക്സ്, എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കാനുണ്ട്. അവിടെ മാത്സുകാരെ ആ എടുക്കുന്ന ദിവസങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അവർക്ക് ഇഷ്ടം പോലെ ഐസ്ക്രീമും നല്ല ബിരിയാണി പൊതിയും എല്ലാം കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് എല്ലാം ഇത്തരത്തിലുള്ള ബ്ലൂ പ്രിന്റ്, മറ്റത് മറിച്ചത് ഒരുപാട് സംഗതികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർ പോയി മാർക്ക് വാങ്ങിക്കുകയും ചെയ്യും. അതിന്റെ അകത്ത് നടക്കുന്ന ഒരു ഇന്റേണൽ ഇഷ്യൂസ്. പക്ഷെ അങ്ങനെ ഒരു ഗതികേട് നമുക്ക് ആർക്കും വരരുത്. നമ്മൾ ഫെമിലിയറൈസ് ചെയ്യണം. അപ്പൊ ഇത് സാധനങ്ങൾ ഉള്ളവര് വളരെ നല്ലതായിരിക്കും. കോമ്പസും പ്രൊട്രാക്ടറും കയ്യിൽ വെക്കുക. പൈ ഡയഗ്രാം. A pie diagram എഴുതിക്കോളൂ. A pie diagram is also a component diagram. Component diagram. Component എന്ന് പറഞ്ഞാൽ subdivided. അപ്പോൾ ഒരു പൈ ഡയഗ്രാം, ഒരു വൃത്തം, ആ വൃത്തത്തിന്റെ അകത്ത് ഒറ്റ ഇൻഫർമേഷൻ മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് പല ഇൻഫർമേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, പല ഇൻഫർമേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ബട്ട് നോട്ട് ലൈക്ക് എ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ എഴുതണല്ലോ, 3 മാർക്കിന് ചോദിച്ചാല്. ബട്ട് നോട്ട് ലൈക്ക് എ കോമ്പണന്റ് ബാർ ഡയഗ്രാം. കോമ്പണന്റ് ബാർ ഡയഗ്രാം, ബ്രാക്കറ്റിലെ സബ്ഡിവൈഡഡ് ബാർ ഡയഗ്രാം. It is also called circle diagram. CIRCLE, circle diagram. Pie diagram or pie chart is so called, അങ്ങനെ വിളിക്കപ്പെടുന്നു, is so called because the entire graph
graph, the entire graph looks like a pie, pie, ഒരു വൃത്തം, ബ്രാക്കറ്റിലെ സർക്കിൾ, bracket close, and the components like slices. നമ്മൾ സ്ലൈസ് ആക്കുക, കട്ട് ചെയ്ത കേക്ക് സ്ലൈസ് ചെയ്തെടുക്കില്ലേ, ബ്രെഡ് സ്ലൈസ് ചെയ്തെടുക്കില്ലേ, അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഓരോ കോമ്പണന്റ് ആയിരിക്കും. കോമ്പണന്റ് ബാർ കോമ്പണന്റ് അല്ല, തട്ടായിട്ടല്ല, ഇങ്ങനെയുള്ള തട്ടായിട്ടല്ല, മറിച്ച് വൃത്തത്തിന്റെ സ്ലൈസ്, കേക്കിനെ നമ്മൾ സ്ലൈസ് ആക്കുന്നത് പോലെ അങ്ങനെ ആയിരിക്കും. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഇൻഫർമേഷൻ ആണ്. സ്റ്റെപ്സ് അണ്ടർലൈൻ ചെയ്യും. സ്റ്റെപ്സ് the various components, പല കോമ്പണൻസും. ആ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പല കോമ്പണൻസ് ഉണ്ടാവും, പല തട്ടുകൾ ഉണ്ടാവും, പല ഇൻഫർമേഷൻസ് ഉണ്ടാവും, പല ഘടകങ്ങൾ ഉണ്ടാവും. The various components are first expressed as percentage. അപ്പൊ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടേബിളാർ ഫോമിലാണ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവുക, ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഓരോ കോമ്പണൻസിനെയും, ഓരോ ഫാക്ടേഴ്സിനെയും, ഓരോ ഘടകത്തെയും നമ്മൾ എന്തിലേക്ക് കൺവെർട്ട് ചെയ്യണം? പെർസെന്റേജിലേക്ക് കൺവെർട്ട് ചെയ്യണം. പെർസെന്റേജിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഓ ദൈവത്തിന് സ്തുതി, പെർസെന്റേജിൽ തന്നെ തന്നിട്ടുണ്ട്, അപ്പൊ ഒരു സ്റ്റെപ്പ് ഒഴിവായി കിട്ടി. അങ്ങനെ വരുമ്പോ മാർക്കും ഒഴിവായി കിട്ടും. 3 മാർക്കിനൊക്കെ അപ്പൊ അങ്ങനെ തരികയുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു 5 മാർക്കിന്റെ 8 മാർക്കിന്റെ തരും. ഒരു 8 മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു 5-8 കിട്ടിയാൽ തന്നെ നമ്മളുടെ കാര്യം ഓക്കെ ആയി. പൈ ഡയഗ്രാം ആരും മിസ് ചെയ്യരുത്, വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇന്നത്തെ ഒരു 20 മിനിറ്റിൽ നമ്മൾ ഒരു 4-5 പൈ ചാർട്ട് വരയ്ക്കാം. ബൈ യൂസിങ് ദി ഫോർമുല, ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. താഴെ പെർസെന്റ് ഈക്വൽസ് യെസ്, നവാഗതർക്ക് സ്വാഗതം. ഒരു ചെറിയൊരു റൂൾ. ഒരു മിനിറ്റ്. നവാഗതർക്ക് സ്വാഗതം. വന്നവര് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, കോഴ്സ് ഏതാണ്, പ്രോഗ്രാം ഏതാണ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക. ക്ലാസ്സിൽ ഭംഗിയായിട്ട് കയറിക്കൊള്ളുക. പെർസെന്റ് ഈക്വൽസ് ഫോർമുല, ബൈ യൂസിങ് ദി ഫോർമുല, അതല്ലേ ചോദിച്ചത് രശ്മി മാം? എങ്ങനെ? അല്ല, ഫസ്റ്റ് പോയിന്റ് തന്നെ, ആ ഫസ്റ്റ് ബുള്ളറ്റിൽ തന്നെയാണ്. ദ വേരിയസ് കോമ്പണൻസ് ആർ ഫസ്റ്റ് എക്സ്പ്രസ്ഡ് ആസ്. ആദ്യമായി അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് ആസ് പെർസെന്റേജസ്. പെർസെന്റേജ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലെ? പെർസെന്റേജസ് ആയിട്ട് കോമ്പണൻസ് ആണ്. അപ്പോൾ the various components are first expressed as percentages ആക്കി മാറ്റണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പെർസെന്റേജ് ആയിട്ടാണ് തന്നത് എങ്കിൽ ആ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നു, പെർസെന്റേജ് അല്ലാതെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സിമ്പിൾ ഒരു ഫോർമുല, പക്ഷെ ഓർക്കണം, ഇപ്പൊ ഓർക്കും, ഈ സെക്കൻഡിൽ ഓർക്കും. താഴെ അത് എഴുതിയതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോണ്ട, വേറെ താഴെയായിട്ട് പെർസെന്റേജ് എന്ന് വേണ്ട, CENT, പെർസെന്റ് ഈക്വൽ.
percent equals x നമ്മൾ വളച്ച് കേവ് പോലെ എഴുതുന്നത് x ഇൻറ്റു അത് നമ്മൾ 2 ലൈൻ ആയിട്ട് കൊടുക്കുന്നത്. കാരണം 2 x ആണ്. അത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. x ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. അപ്പൊ ഫോർമുല എന്താ? പെർസെന്റ് ഈക്വൽസ് x ഇൻറ്റു 100 ബൈ ക്യാപിറ്റൽ N. നമുക്കറിയാം ക്യാപിറ്റൽ N എന്തിനെ സൂചിപ്പിക്കുന്നു? ക്യാപിറ്റൽ N എന്തിനെ സൂചിപ്പിക്കുന്നു? ടോട്ടൽ. യെസ് ടോട്ടലിനെ സൂചിപ്പിക്കും. നമ്മളത് കുറെ അത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് അത് നേരത്തെ ഇട്ട് തന്നിട്ടുണ്ട്. N എക്സുകൾ നമ്മൾ എന്തിനെ സൂചിപ്പിക്കുന്നു? എക്സുകൾ വേരിയബിൾസ്, വാല്യൂസ്, ഒബ്സർവേഷൻസ്, മാർക്സ്, റോ ഡാറ്റ, നമുക്ക് കിട്ടുന്ന വാല്യൂ, നമ്മൾക്ക് ചോദ്യമായിട്ട് തന്നിരിക്കുന്ന ആ സംഗതി, അതാണ് എക്സുകൾ. അതിന് x1 x2 x3 എന്നും y1 y2 y3 എന്നും z1 z2 z3 എന്നും k1 k2 k3 എന്നും ng1 ng2 ng3 എന്നൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വച്ചില്ലേ? അത് തന്നെയാണ് ആ വാല്യൂസ്. എന്താണോ വാല്യൂസ് തന്നിരിക്കുന്നത്, പെർസെന്റേജിൽ തന്നിട്ടില്ല, വാല്യൂ തന്നിരിക്കുന്നു. ആ വാല്യൂസ് എല്ലാം കൂട്ടുക. n സമം കൂട്ടിയിട്ടു ഒരു വില x ഇൻറ്റു 100 ബൈ ടോട്ടൽ പെർസെന്റേജിലേക്ക് കൺവെർട്ട് ചെയ്യാനുള്ള സിമ്പിൾ ഫോർമുല. രണ്ടാമത്തെ സ്റ്റെപ്പ്, then അത് ബുള്ളറ്റ് കൊടുത്താൽ മതി. then അതിനുശേഷം then the percentages are, ഓരോ പെർസെന്റേജസും, then the percentages are multiplied, multi multiplied multiplied by by multiplied by അല്ലെ multiplied into multiplied by 3.6 3.6 കൊണ്ട് അതിനെ ഗുണിക്കണം. ആ പെർസെന്റ് കിട്ടിയ വാല്യൂവിനെ 3.6 കൊണ്ട് ഗുണിക്കണം. ദ ആംഗിൾ 3.6 ആംഗിൾ ആണ്, ആംഗിൾ കൺവെർഷൻ ആണ്. ആംഗിൾ കൺവെർഷൻ, ദ ആംഗിൾ ബ്രാക്കറ്റില് IE that is എന്റെ മൈൻഡിൽ അത് ഉണ്ടായിരുന്നു. ആ ഐയുടെ ഫുൾ ഫോം ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. EG ഒക്കെ ഞാൻ പറഞ്ഞു തന്നു, എറ്റ്സെറ്ററ ഒക്കെ പറഞ്ഞു തന്നു. ഈ ഐ അതുണ്ട്, ഗ്രീക്ക് ലെറ്ററിലാണ്. വാട്ട് ഈസ് ഐ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. പക്ഷെ ഈ നിമിഷം ഓർമ്മ വരുന്നില്ല. IE that is 360 by 100. 360ലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 360/100 എന്നുള്ളതാണ് ഈ 3.6. അപ്പൊ ഒന്നിലോ 360/100 എന്ന് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് 3.6 കൊണ്ട് ഗുണിച്ചാൽ ഓരോ ആംഗിളിൽ കിട്ടും. ആംഗിളിന്റെ അളവ് ഡിഗ്രീസ്, 45 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി, 47 ഡിഗ്രി, 120 ഡിഗ്രി, 270 ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ ഡിഗ്രി അളക്കുമ്പോൾ കൃത്യമായിട്ട് മെഷർ ചെയ്യണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദാറ്റ് ഈസ് 360/100 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് സോ വി ഗെറ്റ് ആംഗിൾ ഫോർ ഈച്ച് കോമ്പണന്റ്. ഓരോ കോമ്പണന്റിനുമുള്ള ആംഗിൾ കിട്ടുന്നു.
മൂന്നാമത്തെ ബുള്ളറ്റ്. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഓർമ്മയിൽ കിട്ടുകയാണെങ്കിൽ അത് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഓർത്തു വച്ചിട്ട് ആ സന്ദർഭത്തിൽ എഴുതി വെക്കാം. സെക്ടേഴ്സ് ആർ അറേഞ്ച്ഡ്. ഈ ഓരോ കഷ്ണങ്ങളെയും ഓരോ സ്ലൈസസിനെയും ഓരോ പാർട്ടിനെയും അറേഞ്ച് ചെയ്യുന്നത് ഒന്നിങ്ങനെ പോകണ്ട, വലുത് ആദ്യം ചെയ്യുക, എന്നിട്ട് ക്ലോക്ക് വൈസിൽ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 360 വരും. സെക്ടേഴ്സ് ആർ അറേഞ്ച്ഡ് according to size. Sectors are arranged according to size, with the largest at the top and others in sequence. ഒരു ഓർഡറില് സീക്വൻസ്, ഒരു ശ്രേണിയായി, ഒരു ഓർഡറില് സീക്വൻസ്. റണ്ണിങ്, അത് ചലിക്കുന്നത്, റണ്ണിങ് ക്ലോക്ക് വൈസ്. അപ്പൊ ക്ലോക്ക് വൈസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ട് വന്നാൽ മതി. ഒന്ന് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഈ സ്റ്റെപ്പ് ഒന്നും കൂടി പറഞ്ഞു തരാം. ഒന്ന് എഴുതിയത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. The various components are first expressed as percentages. That is, percent equals x into 100 by n. First point. Second point, then the percentages are converted into or multiplied by 3.6. അത്രേ പോയിന്റ് ഉള്ളൂ. ഈ 3.6 എന്നാണ് നമ്മൾ പറയുന്നത്. the angle that is 360 by 100. so we get an angle for each component. ഓരോ കോമ്പണന്റിന്റെയും ആംഗിൾ നമുക്ക് കിട്ടുന്നു. വളരെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന വാല്യൂസ്, ഒബ്സർവേഷൻസ്, ആ വാല്യൂസ് കൂട്ടുന്നു, അതിനെ n ആയി കണക്കാക്കുന്നു. പെർസെന്റേജ് ആയിട്ട് തന്നിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല. പെർസെന്റേജ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂട്ടുമ്പോൾ 100% എന്നാണ് കിട്ടുക. 100% എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ആ 100% നമുക്ക് കിട്ടുന്നത് കുഴപ്പമൊന്നുമില്ല. ആ കിട്ടുന്ന ഓരോ പെർസെന്റേജ് വാല്യൂ കിട്ടിയതിനെ 3.6 മൾട്ടിപ്പിൾ ചെയ്യുക. ബിമോൾ, ബേജാറാകണ്ട, ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇയാൾക്ക് ഇനി കണക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിലെ ചേച്ചിമാര് ചെയ്ത സംഗതി വാട്സപ്പ് എടുത്തിട്ട് ഗുഡ് മോർണിംഗ് ടു ആൾ വാട്സപ്പ് എടുത്ത് മോൾക്ക് അയച്ചു തരും. ഇന്നലെ നമ്പർ ഷെയർ ചെയ്ത് ആരുടെടുത്തെങ്കിലും ചോദിച്ചാൽ മതി, അവർ ആ പോയിന്റ് വാട്സപ്പ് ചെയ്ത് തരും. ഒരു ചെറിയ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തത്. അപ്പൊ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഞങ്ങൾ കൂടുതലൊന്നും പോയിട്ടില്ല. ഓക്കെ, കൂളായിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാം. ഇനി ഈ കണക്കുകൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. സിംപ്ലി സർക്കിൾ വരയ്ക്കാൻ പഠിക്കണം. അതിന്റെ സെന്റർ കൃത്യമായിട്ട് കൊടുക്കാൻ പഠിക്കണം. എത്ര പേരുടെ കയ്യിൽ കോമ്പസും പ്രൊട്രാക്ടറും ഉണ്ട്? അതാദ്യം യെസ് കൊടുക്കും. ഇപ്പൊ നമ്മുടെ കയ്യിൽ 14 പേരാണ് ഉള്ളത്. കോമ്പസും പ്രൊട്രാക്ടറും ഉള്ളവർ വെറുതെ നിങ്ങൾ അങ്ങനെ യെസ് 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 വെരി ഗുഡ് യെസ് 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 4 യെസ് ഓക്കെ. ബാക്കി ഓക്കെ 5 യെസ് 6 യെസ് യെസ് വെരി ഗുഡ് ഒക്കെ നല്ല കുട്ടികളാണ്. എന്റെ സ്റ്റുഡന്റ് ഒക്കെ നല്ല കുട്ടികളാണ്. ഓക്കെ, കോമ്പസും പ്രൊട്രാക്ടറും ഉണ്ട്. അപ്പൊ 50% കോമ്പസും പ്രൊട്രാക്ടറും ഉണ്ട്. അടുത്ത ദിവസം നിങ്ങൾ ഇതൊന്ന് ചെയ്യുക. വളരെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന റഫ് പേപ്പറിൽ കൃത്യമായിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, കോമ്പസ് വയ്ക്കുമ്പോ അതില് വലിയ പേന കൊടുക്കരുത്. ഒറ്റപ്പിടുത്തത്തില് കറക്കത്തിൽ കിട്ടണം. ഒരു കറക്കത്തിൽ കൃത്യമായിട്ട് കിട്ടണം. രണ്ടും കറക്റ്റ് ആംഗിളിലായിരിക്കണം ഉണ്ടാവുക. ഈ കൂർത്ത പോയിന്റും ഈ പെൻസിലും ഒരേ ലെവലിലായിരിക്കണം ഉണ്ടാവുക. ഒരേ ലെവലിൽ വച്ചിട്ട് പെൻസിൽ മേലേക്ക് കയറ്റരുത്, പെൻസിൽ താഴെ കയറ്റരുത്. ആ കോമ്പസിൽ തിരിക്കുന്ന ഭാഗത്തിന്റെ മേലെ ഇത് വരരുത്. ചെറിയതായിട്ട് പെൻസിൽ പൊട്ടിച്ചോളൂ. പെൻസിൽ എപ്പോഴും അതിന്റെ താഴെ, ഈ പിടുത്തത്തിന്റെ താഴെ നമ്മൾ അത് ഇടുന്ന ഒരു കേജ് ഉണ്ട്, ഒരു കൂടുണ്ടല്ലോ,
ആ കൂടുതൽ സ്ക്രൂ ഉണ്ടല്ലോ അതിനേക്കാൾ മുകളിൽ വന്ന് നിൽക്കണം. പക്ഷെ നമ്മൾ ഈ തിരിക്കുന്ന ഒരു നോബിന്റെ താഴെയായിരിക്കണം പെൻസിൽ. അപ്പൊ നമുക്ക് ഒറ്റ കറക്കത്തില് മനോഹരമായ സർക്കിൾ കിട്ടും. ഇതൊക്കെ ഈസി പ്രാക്ടീസ് ആണ്. എന്തിനാ മാഷെ ഇങ്ങനെ സമയം കളയുന്നത്? സമയം കളഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് സർക്കിൾ വരയ്ക്കും, ഒരു 3-4 സർക്കിൾ പെട്ടെന്ന് വരയ്ക്കും. വെറുതെ പല പല വലുപ്പത്തില് ഒരു ചെറുത്, ഒരു 2 സെന്റിമീറ്റർ റേഡിയസ്, ഒരു 3 സെന്റിമീറ്റർ റേഡിയസ്, 4 സെന്റിമീറ്റർ റേഡിയസ്, കുറച്ച് സർക്കിൾ വരയ്ക്കൂ. അതല്ലാത്തവര് എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വൃത്തം വരയ്ക്കൂ. മനോഹരമായിട്ട് കൈകൊണ്ട് തന്നെ ചെയ്യാമെന്ന് ഉറപ്പുള്ളവര് കൈകൊണ്ട് ചെയ്യൂ. എനിക്ക് കൈകൊണ്ട് ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധ്യാപകർ വലിയ കോമ്പസ് ഉണ്ട്, സ്കൂളിലൊക്കെ കൊണ്ടുവരില്ല മരത്തിന്റെ ആ കോമ്പസ് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഭംഗിയായിട്ട് അതിൽ നോബിൾ വെച്ച് ആ വലുതിലും എനിക്ക് റൗണ്ട് ചെയ്ത് തിരിക്കാൻ കഴിയും. പിന്നെ ഇതുപോലെ പേന കൃത്യമായി വെച്ചിട്ട് ഇതിങ്ങനെ പിടിക്കുക. ദീപിക മിസ് പറഞ്ഞതുപോലെ നമുക്ക് ഈ പേപ്പർ വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇതിങ്ങനെ കൃത്യമായിട്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്താൽ സർക്കിൾ വീഴുകയും ചെയ്യും. ആ പോയിന്റ് കൃത്യമായിട്ട് സർക്കിളിന്റെ ആ സെൻട്രൽ പോയിന്റ്, കേന്ദ്രം, ആ കേന്ദ്രം കൃത്യമായിട്ട് വരയ്ക്കുക. അപ്പൊ ഒരു 4 വൃത്തമുണ്ട് എന്ന് കരുതുക. ഒരു 4 വൃത്തം വരച്ചിട്ട് ഒന്ന് കാണിക്കൂ, ഒന്ന് നോക്കിക്കോട്ടെ. ചെയ്തവര് ഒരു യെസ് വരട്ടെ. ഇത്രേ വേണ്ടു ടൈം. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ ചെയ്യുന്നു. ഇതിലിപ്പോ വളവുള്ളവരാണ് എളുപ്പത്തില് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവുക. ഒരു 4 സർക്കിൾ ഒന്ന് കാണിക്കൂ പ്ലീസ്. ഇപ്പൊ ഇത് പഠിച്ചു പോയാൽ പരീക്ഷാ ദിവസം മാത്രം പിന്നെ ഓർമ്മയിൽ മതി. ചോദ്യം വരണേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും വേണം. യെസ്, ഒന്ന് കാണിക്കൂ. യെസ്, സർക്കിൾ. യെസ്, കോമ്പസ് ഉപയോഗിച്ചിട്ടാണോ? ഇന്ദു മിസ്, കോമ്പസ് ഉപയോഗിച്ചിട്ടാണോ? ഓക്കെ ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ, കോമ്പസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഗുഡ് ഗുഡ് ഗുഡ്. അടുത്ത ഒരാൾ. ഓക്കെ, അടുത്ത ഒരാൾ. യെസ്, ഒരു വര. രോഷിനി മാം, ഓക്കെ, കഴിയുന്നത്ര ഈ പ്ലെയിൻ പേപ്പറുകൾ വയ്ക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, അതിന്റെ ഉള്ളിൽ ഒരു എഴുത്തും വേണ്ട കേട്ടോ. ഇപ്പൊ തൽക്കാലം അവിടെ എഴുത്തിരിക്കട്ടെ, ഇനി നമ്മൾ എഴുതണ്ട. റേഡിയസ് കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് കൊടുക്കൂ. റേഡിയസ്. യെസ് യെസ്, വെറുതെ ഒരു സർക്കിൾ. ഇതെന്താ ചെറിയ കുട്ടികളെ പോലെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, മതി. യെസ്, ഒന്നും കൂടി. ബിമോൾ, യെസ്, ഒന്ന് കണ്ടോട്ടെ മുളു. യെസ്, എവിടെ കാണുന്നില്ല. സർക്കിൾ. സർക്കിൾ. ഒന്ന് ലെൻസിന്റെ മുകളിലേക്ക്. ഓക്കെ 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 ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ, ഫൈൻ 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 ഫൈൻ. ഓക്കെ ഓക്കെ, സിമ്പിൾ. അപ്പൊ സർക്കിൾ വരും. ഇനി ഈ സർക്കിളിലെ റേഡിയസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കറക്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. റൈറ്റിലേക്കല്ല കേട്ടോ, റൈറ്റിലേക്കല്ല, ലെഫ്റ്റ് സൈഡിലേക്ക്. സർക്കിളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് അതിന്റെ റേഡിയസ്, ആ വൃത്തത്തിലെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തപരിധിയിലേക്ക് ഒരു ലൈൻ, ഹൊറിസോണ്ടൽ, ലംബമായിട്ടൊന്നുമല്ല, കറക്റ്റ് ഹൊറിസോണ്ടൽ. ആ 4 എണ്ണത്തിലും ഓരോ ലൈന് ലെഫ്റ്റിലേക്ക് വരയ്ക്കും. സിമ്പിൾ ആയിട്ട്. ഡയമീറ്റർ അല്ല കേട്ടോ, വ്യാസമല്ല. ഡയമീറ്റർ, വ്യാസമല്ല. അത് 2 റേഡിയസ് ആയിരിക്കും. 2R ആണ് D, ക്യാപിറ്റൽ D. പക്ഷെ ഇവിടെ R മാത്രമേ, റേഡിയസ് മാത്രമേ കാണിക്കേണ്ടതുള്ളൂ. റേഡിയസ് മാത്രമേ കാണിക്കേണ്ടതുള്ളൂ. യെസ് 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 യെസ്, ഓരോ വര, അത്രേ വേണ്ടു ഇപ്പൊ തൽക്കാലം. യെസ് 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 യെസ്, ഗുഡ് ഗുഡ് ഗുഡ്, അത്രേ വേണ്ടു. റേഡിയസ് എല്ലാം ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണെന്ന് ചിന്തിക്കുക. ഓക്കെ, യെസ് യെസ് യെസ്. ഇപ്പൊ ഇത് ചെയ്യുമ്പോ നിങ്ങൾക്ക് പിന്നെ പ്രാക്ടീസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ഒരാൾ. വളരെ സിമ്പിൾ ആണ്.
അപ്പൊ ഇതിന് സമയം ഇങ്ങനെ എടുത്ത് എന്തിനാ മാഷെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് തോന്നിക്കണ്ട. വെറുതെ ഒരു ലെഫ്റ്റ് യെസ് അതും ഇടക്ക് വേറെ ഒന്നും എഴുതണ്ട. ആ ഒരു പോയിന്റ് നമ്മൾ അവിടുന്ന് ക്ലോക്ക് വൈസിലേക്ക് കൃത്യമായിട്ട് പോകാം. നമ്മൾ 9 നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് പോകാം എന്നുള്ള അർത്ഥത്തിൽ 9ന്റെ സ്ഥാനമാണല്ലോ അത്. സൂചിയുടെ നമ്മുടെ ക്ലോക്കിലെ സൂചിയുടെ 9ന്റെ സ്ഥാനമാണ് അവിടെ. അത് കൊടുത്തു. അത് ഒരു ബേസ് പോലെ കിട്ടുന്നതുകൊണ്ട് അളക്കാൻ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 2 വാല്യൂസ് ഒരേ സ്ഥാനത്ത് വരുമട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 2 വാല്യൂ വരും കോമ്പസിൽ നിന്ന്. കോമ്പസിൽ നിന്ന് 2 വാല്യൂ വരും. നമ്മൾ പ്രൊട്രാക്ടർ കോണമാപിനി പ്രൊട്രാക്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അതിലെ സർക്കിൾ വന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. ആ സ്ട്രെയിറ്റ് ലൈൻ വരുന്നതിന്റെ നടുവില് കേന്ദ്രം പോലെ ഉണ്ടാവും. ആ കേന്ദ്രം ഈ സർക്കിളിന്റെ സെൻട്രൽ പോയിന്റിലേക്ക് വെക്കുക. അതിന്റെ ബേസ് ലൈന്, ഇടത്തോട്ടുള്ള ബേസ് ലൈന് ഇതിൽ സ്പർശിച്ചു വെക്കുക. അങ്ങനെ അത് വലുതായി നിൽക്കും. ചിലപ്പോ നമ്മുടെ പ്രൊട്രാക്ടർ വലുതായിരിക്കും, സർക്കിൾ ചിലപ്പോ ചെറുതായിരിക്കും. ബേജാറാകണ്ട, പുറത്ത് കുത്തിട്ടാൽ മതി. അപ്പൊ നമ്മൾ ഇവിടുന്നാണ് വരച്ചു പോകുന്നത്. ഈ കോമ്പസ് ഇല്ലാത്തവർ ഒരു കാര്യം ജസ്റ്റ് ഓർത്താൽ മതി. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇത് കൊടുത്തല്ലോ, സർക്കിൾ ഇപ്പൊ ഇങ്ങനെ ബേസ് ലൈൻ ഇങ്ങനെ കൊടുത്തല്ലോ, തിരശ്ചീനമായി കൊടുത്തല്ലോ. മനസ്സുകൊണ്ട് ലംബമായി കാണുക. അപ്പൊ അത് 90 ഡിഗ്രി. അതിന്റെ നേരെ പകുതി എടുക്കുക, 45 ഡിഗ്രി. അപ്പൊ 30 ആണെങ്കിൽ അതിന്റെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് 30 ഡിഗ്രി. അത് 45ന്റെ മേലെ 60 ആണ് എങ്കിൽ അതിന്റെ പകുതിയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കോമ്പണന്റ് സിംപിളി വരച്ചു വിടാം. പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ കൃത്യമായി അതിലെ 2 വാല്യൂ ഉണ്ടാവും. 45 എന്ന ഭാഗത്ത് തന്നെ 135 ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 90 എന്നുള്ള ഭാഗത്ത് 90 തന്നെ ഉണ്ടാകും. പക്ഷെ 100 എന്ന് വന്ന ഭാഗത്ത് 100 ഉണ്ടാവും, 80 ഉണ്ടാവും. നമ്മൾ അറിയാതെ ഇപ്പുറത്തുള്ളതായി എടുക്കരുത്. ഈ വരയിലെ 0, നമ്മളിപ്പോ വരച്ച വരയിൽ 0, അവിടുന്ന് എണ്ണി തന്നെ പോകും. 10, 20, 30, 40, 50, 60 അങ്ങനെ എണ്ണി തന്നെ പോയിട്ട് 90, 100, 110, 120, 120, 170 എന്നൊക്കെ പറഞ്ഞ് എത്ര വേണമെങ്കിലും. അപ്പൊ അവിടെ കുറച്ച് ഒരു പോയിന്റ് വരച്ചിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ലൈൻ കൊടുത്തു. അത് എത്ര കോൺ എന്നുള്ളത്, ആംഗിൾ എത്ര എന്നുള്ളത് അവിടെ എഴുതിക്കോളൂ. അടുത്തത് ചെയ്യുമ്പോ ആ വരയെ, കടലാസാണല്ലോ, അത് കൃത്യമായിട്ട് 45-ൽ വെക്കൂ. കൃത്യമായി 45-ൽ വെക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ മിടുക്കരാണ് എങ്കിൽ അവിടെ കോമ്പസ് പ്രൊട്രാക്ടറിനെ കൃത്യമായി കൊണ്ടുപോയിട്ട് അളന്നിട്ട് പോയിന്റ് വരച്ച് അത് എത്രയാണ് എന്നുള്ളത് അളക്കൂ. അങ്ങനെ ഓരോന്നിലും ഒരു 4, 5, 6, 7 ആംഗിളുകൾ വരയ്ക്കും. 4 ഒരു പ്രാക്ടീസിന് വേണ്ടി മാത്രം, ഒരു പ്രാക്ടീസിന് വേണ്ടി. 4 ട്രെയിനിങ് ആണല്ലോ, ഇത് പ്രാക്ടിക്കൽ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ് പ്രാക്ടീസ് ചെയ്യണ്ടേ, അല്ലാണ്ട് വെറുതെ നമ്മൾ സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എല്ലാം പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ്. അപ്പോ കൃത്യമായിട്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ബേസ് ലൈന് അതിലെ ആംഗിൾ വരയ്ക്കുമ്പോ 0 എന്ന് മനസ്സുകൊണ്ട് എണ്ണണം. 0 എന്നുള്ള ഭാഗത്ത് 180 എന്നും കാണും, 10 എന്നുള്ള ഭാഗത്ത് 170 എന്നും കാണും. ആക്രാന്തം പാടില്ല. 0, 10, 20, 30, 40, 50 എന്ന് തന്നെ എഴുതുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക. 60 ആണ് എടുക്കുന്നത് എന്ന് കരുതുക. അവിടെ ഒരു പോയിന്റ് മേലെ കൊടുക്കുക. ആ പോയിന്റും ഈ കേന്ദ്രവും തമ്മിൽ സ്കെയിൽ കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് അവിടെ സൈഡില് 60 ഡിഗ്രി എന്ന് എഴുതുക. പിന്നെ അങ്ങനെ ഒരു 40 ഡിഗ്രി, ഒരു 110 ഡിഗ്രി, ഒരു 80 ഡിഗ്രി. അവസാനത്തെ ഒന്നും ചെയ്യാതിരുന്നാൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് 360-ൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നത് അവസാനത്തെ. അത് വേണമെങ്കിൽ അങ്ങനെ ശരിയാണോ എന്ന് അളന്ന് നോക്കിക്കോളൂ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ഇതിൽ 70, 60 തന്നെ വേണമെന്നില്ല. 72 എടുക്കാം, 109 എടുക്കാം. നിങ്ങൾക്കൊരു വേറെ ഒരു ഫിഗറിലായിട്ട് എന്ന് കൂട്ടി നോക്കാം. യെസ്, എല്ലാവരും ചെയ്യണം. എല്ലാവരും ചെയ്യണം. ഇത് പ്രാക്ടീസ് ആണല്ലോ. എല്ലാവർക്കും മാർക്ക് വേണ്ടേ? ഒരാൾക്ക് മാത്രം പ്രൊട്രാക്ടർ ഉള്ളവരെ പ്രൊട്രാക്ടർ ഉപയോഗിക്കുക. പ്രൊട്രാക്ടർ ഇല്ലാത്തവരെ മനസ്സുകൊണ്ട് വരയ്ക്കുക. മനസ്സുകൊണ്ട് ഞാൻ വരച്ചത് ഊഹിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തന്നല്ലോ. ഇപ്പൊ റോഷ്നി മാഡത്തിന്റെ അടുത്ത് പ്രൊട്രാക്ടർ ഇല്ലല്ലോ.
ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വരച്ചോളൂ. കുറച്ചൊന്ന്, അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് ഒന്ന് പൊടി തട്ടി എടുക്കുമ്പോ പിന്നീട് പരീക്ഷാ ഹാളിൽ നമുക്ക് എളുപ്പമായിരിക്കും. അവിടെ എളുപ്പമാക്കാൻ വേണ്ടി ഇവിടെ ഇത്തിരി ചെയ്യുന്നു. അവിടെ ഞാൻ പിന്നെ ചെയ്യാം മാഷെ, എല്ലാം പിന്നെ ചെയ്യാം. പ്രൊക്രാസ്റ്റിനേഷൻ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആണ്. പിന്നെ ചെയ്യാം. എന്തായാലും ഇപ്പൊ ചെയ്തില്ല, എന്നാ അത് അടുത്ത കൊല്ലം ചെയ്യാം. എങ്ങനെ? ബേസ് ലൈനിലെ ലെഫ്റ്റ് ക്ലോക്കില് 9 എന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ക്ലോക്കില് 9 എന്ന് എഴുതിയ സ്ഥാനമുണ്ടല്ലോ, അവിടെ 0, പിന്നെ 10, അങ്ങനെ 11 എന്നുള്ള ഭാഗത്ത് 20. ഓക്കെ, അങ്ങനെ 12 എന്നുള്ള ഭാഗത്ത്, അല്ല സോറി തെറ്റി, അങ്ങനെയല്ല. 12 എന്നുള്ള ഭാഗത്ത് ഇവിടെ 90 വരണം. ഇത് മൊത്തം 90. മറ്റേത് ചെറിയ 3 എണ്ണമല്ലേ ക്ലോക്കിൽ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് 90 ഡിഗ്രി, അതിന്റെ 3 ഇരട്ടിയുണ്ട്. 10 എന്നുള്ള ഭാഗം 30, 10 എന്ന ഭാഗം 30 വരണം. 11 എന്ന ഭാഗം 60 വരണം. 12 എന്ന ഭാഗം 90 വരണം. ആ, പറഞ്ഞോളൂ. ഇത് എല്ലാവർക്കും ഇത് ഒരു 5 ആംഗിൾ കൊടുക്കുക. നിങ്ങൾ എത്ര ഡിഗ്രി വേണമെങ്കിൽ, അത് ഡിപ്പെൻഡ് അപ്പോൺ യു. ഞാൻ കണക്ക് തരുമ്പോ അത് ചെയ്യാൻ നമുക്ക് ഇത്തിരി സ്പീഡ് വരണം. ഒരു സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് മാത്രം. കിട്ടിയിരുന്നില്ല, കാണുന്നില്ല. ഇല്ല കാണുന്നില്ല. കുറച്ചും കൂടി ക്യാമറ അതിലേക്ക് കാണിക്കും. യെസ്, അവിടെ ആംഗിൾ നോട്ട് ചെയ്യൂ. ഇവിടെ അതിന്റെ ഉള്ളിലായിട്ട്. നോ, അവിടെയല്ല. കേന്ദ്ര അല്ല, അവിടെയല്ല കാണിക്കേണ്ടത്. നോ, അവിടെയല്ല കാണിക്കേണ്ടത്. ഉള്ളില് സെന്റർ പോയിന്റ് ഇല്ലേ, ആ സെന്റർ പോയിന്റിന്റെ അടുത്ത്, അതിന്റെ തൊട്ട് മേലെയായിട്ട് കാണിക്കുക. ഉള്ളില്. നോ, അളവ് എവിടെയാണ്? നോ, അളവ് ഈ ഉള്ളിലുള്ള അളവാണ്. ആ ഡിഗ്രി. അല്ല, ഈ രണ്ടെണ്ണം, ആദ്യത്തെ ബേസ് ലൈനും ഇപ്പൊ വരച്ചതുമായിട്ടുള്ളതിന്റെ അതിന്റെ തൊട്ട് മേലെ, അതിന്റെ കുറച്ച് താഴെ. ഓക്കെ, അവിടെ ഡിഗ്രി കൊടുത്തോളൂ. യെസ്, രോഷ്നി അല്ലേ? യെസ്, നോക്കാം. അങ്ങനെ ഉള്ളിൽ കാണിക്കൂ കേട്ടോ. ഒരെണ്ണം വരച്ചാ പോരാ. യെസ്, 60. വെരി ഗുഡ്. 60 ഡിഗ്രി. വെരി ഗുഡ്. 130. യെസ്, പെർഫെക്റ്റ്. 130. ഓക്കെ, യെസ്. 110. യെസ്, പെർഫെക്റ്റ്. 30 ഡിഗ്രി. യെസ്, പെർഫെക്റ്റ്. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരെണ്ണം വരച്ചാ പോരാ, അതിന് 360 കംപ്ലീറ്റ് ചെയ്യൂ. ഓരോ സർക്കിളിലും 360 കംപ്ലീറ്റ് ചെയ്യൂ. ഒരു 60 വരച്ചോ, ഇനി ഒരു 90 കൊടുക്കുക, ഒരു 110 കൊടുക്കുക, ബാക്കി വരുന്നത് 360ന്റെ ബാലൻസ് വരുന്നത്. ഓരോ സർക്കിളിലും കൂട്ടുമ്പോ 360 കിട്ടണം. കൂടുതൽ ചെയ്യണം. യെസ്, ദീപിക മിസ് കാണിച്ചോളൂ. യെസ്, കുറെ ഉണ്ടല്ലോ. നമ്മുടെ ചക്ക രാശി വരയ്ക്കുന്നത് പോലെ ഉണ്ട്. പെർഫെക്റ്റ്. യെസ്. ഓക്കെ, ചെറിയ ആംഗിളും വലിയ ആംഗിളും ഒക്കെ ഉണ്ട്. ഓക്കെ. യെസ്. ബിമോൾ. യെസ്. അതിൽ ഓരോന്നല്ലേ മോള് വരച്ചിട്ടുള്ളൂ. അതില് ഈ സർക്കിളിന്റെ മേലെ ഇങ്ങനെ 10, 20, 30 എന്ന് കാണിക്കണ്ട. അത് മനസ്സിൽ കണ്ടാ മതി. നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ആംഗിൾ മാത്രമേ കാണേണ്ടതുള്ളൂ. ഓക്കെ, സർക്കിളിന്റെ പുറത്ത് 10, 20, 30, 360 വരെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മനസ്സിൽ ചെയ്താൽ മതി. ചിത്രത്തിൽ അങ്ങനെ ഒന്നും കൂടി കാണിക്കോ. ഇപ്പൊ കയ്യേ കാണുന്നുള്ളൂ, പിക്ചർ കാണുന്നില്ല. ഓക്കെ, പിക്ചർ. യെസ്. ഒന്ന് ക്യാമറ ലെൻസ് താഴ്ത്തിക്കോളൂ, അല്ലെങ്കിൽ ബുക്ക് പൊക്കിക്കോളൂ. ബുക്ക് ഇത്തിരിയും കൂടി പൊക്കിക്കോളൂ. യെസ്, ഒന്നും കൂടി പൊക്കിക്കോളൂ ബുക്ക്. ഓക്കെ, ഇതിൽ ഒരു വരയല്ലേ കൊടുത്തിട്ടുള്ളൂ, ഓരോന്നിലും ഓരോന്നല്ലേ കൊടുത്തിട്ടുള്ളൂ. കുഞ്ഞു കുട്ടികൾക്ക് കണ്ണെഴുതി കൊടുക്കുന്നത് പോലെ നിരത്തി 10, 20 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചുറ്റിലും. അത് വേണ്ട.
സർക്കിളിന്റെ ചുറ്റിലും ഒന്നും ചെയ്യരുത്, മറിച്ച് ആ സെന്ററിലെ കേന്ദ്രത്തിന്റെ ചുറ്റിൽ മാത്രം ഒന്ന് കാണിക്കുക. ഇപ്പൊ കാണിച്ചു തന്നോളൂ ദീപിക മിസ്, ഒന്ന് കാണിച്ചു കൊടുക്കൂ എല്ലാവർക്കും പ്ലീസ്. ഒന്ന് എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യൂ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒന്ന് കൃത്യമായിട്ട് യെസ് ഇങ്ങനെ അങ്ങനെ രാശി വരയ്ക്കുന്നത് പോലെ കുറച്ചും കൂടി ഒന്ന് കുറച്ച് പൊക്കിയാൽ കിട്ടും. കുറച്ചും കൂടി പൊക്കിക്കോളൂ. സ്ക്രീൻ ഷെയർ ചെയ്തു. വെരി ഗുഡ്. കിട്ടുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ കൊണ്ട് കാണിച്ചാലും മതി. ഇല്ല, സ്ക്രീൻ ഷെയറിംഗ് ചിലപ്പോൾ നടക്കും, കാരണം മൊബൈലിൽ ഇല്ലല്ലോ മാറ്റർ. അപ്പൊ നമ്മൾ ഫോട്ടോ ആയിട്ട് ക്യാമറയിൽ വെച്ച് കാണിച്ചാലും മതി. ക്യാമറയിൽ കാണിച്ചാൽ മതി. ജസ്റ്റ് ഓക്കെ. യെസ് അതൊന്ന് കണ്ടോളൂ. യെസ്, അടുത്ത പിക്ചറിന്റെ അവിടെ എനിക്ക് തോന്നുന്നു ഈ താഴേക്ക് വരയ്ക്കുന്ന പോയിന്റ് ഇങ്ങോട്ട് അതാണ് പലർക്കും കൺഫ്യൂഷൻ ആക്കുന്നത്. അതന്നെ, അത് വരും. കാരണം അതെങ്ങനെയാന്ന് 180 കടന്നു വരുമ്പോ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തോളൂ. ഞാൻ ഇങ്ങനെയാണ് എടുത്തത്. ഇപ്പം ഈ ലൈന് 45 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ഇത് തിരിച്ചിട്ട് ഈ സെന്ററിൽ ഇത് 0 ആക്കി, ഈ ലൈനിന്റെ ഇവിടെ 0 ആക്കി. എനിക്ക് നമുക്ക് വേണ്ടത്ര ഡിഗ്രി ഈ മേലെ കാണുന്ന ഡിഗ്രിയാണ്. അതെ അങ്ങനെയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ മരം ബേസ് ലൈനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് 0 ഇവിടെ നൽകി വരുന്നത് അങ്ങനെ എടുത്തിട്ട് നെക്സ്റ്റ് അടുത്ത ലൈൻ ബേസ് എടുത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഗുഡ്. അപ്പൊ ഇപ്പൊ 4-5 എക്സാമ്പിൾ കൊടുത്തത്. ഇനി കാണിക്കാത്ത ഗ്രേസ് അമ്മ ഒന്ന് ചെയ്തത് ഒന്ന് കാണിക്കോ മിസ്? ഒന്ന് കാണിച്ചോളൂ. അപ്പൊ മാതൃഭൂമി പേപ്പർ കാണുന്നുണ്ട്, ന്യൂസ് പേപ്പർ. ഓക്കെ, യെസ് ഒന്നും കൂടി ഫോക്കസ് ചെയ്യും മിസ്. യെസ്, ക്യാമറയുടെ അടുത്തേക്ക്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ക്യാമറ. യെസ്, 110 70. യെസ്, രണ്ടും കൂടി കൂട്ടുമ്പോ 180. ഒന്നും കൂടി ഒന്ന് മേലേക്ക് പൊക്കോ നോട്ട്ബുക്ക്. 140 അല്ല 180. ഓക്കെ, ഇനി ഇത് 50 ഡിഗ്രി ഒന്നും കൂടി കാണിക്കൂ. യെസ് ഒന്ന് നോട്ട്ബുക്ക് ഒന്ന് പൊക്കൂ. നോട്ട്ബുക്ക് ക്യാമറയിലേക്ക് ഒന്ന് പൊക്കൂ. കുറച്ചും കൂടി പൊക്കൂ ക്യാമറയുടെ അടുത്തേക്ക്. ഒന്നും കൂടി, കുറച്ചും കൂടി, എന്നാലേ രണ്ടാമത്തത് കാണൂ. കുറച്ചും കൂടി പൊക്കിക്കോളൂ, അല്ലെങ്കിൽ ക്യാമറ താഴ്ത്തിക്കോളൂ. ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഓക്കെ കറക്റ്റ്. യെസ് ഓക്കെ, താങ്ക് യു. ഫൈൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏകദേശം നമ്മൾ ഇത് വരച്ച് ഇത് പ്രാക്ടീസ് ആയല്ലോ. പ്രാക്ടീസ് ആയെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ. ഒരു 4 വരച്ചപ്പോ നമുക്ക് നേരത്തെ പൈ ഡയഗ്രം ഒരു 4 10 എണ്ണം വരച്ചതിന്റെ ഗുണം കിട്ടി. യെസ്